അതായത് സാറ് പറഞ്ഞ പോലെ ടെക്നിക്കലും ഫണ്ടമെൻ്റലും കൂടെ നിങ്ങൾ മാർക്കറ്റ് ഇൻ്റലിജൻസ് കൂടി ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെൽത്തൊക്കെ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഏതായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റ്സ് എടുക്കേണ്ടതുണ്ട്. നിലവിൽ മാർക്കറ്റിൻ്റെ അപ്ഡേറ്റ്സ് തരാൻ വേണ്ടി നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്നും നിഖിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. നിഖിൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിഷ്ണു. ഏതായാലും മാർക്കറ്റ് നമുക്ക് ഇന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50 നോക്കുമ്പോൾ 100 പോയിൻറ്റിൻ്റെ നേട്ടമാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോൾ നമുക്ക് നിലവിൽ നേട്ടത്തിലുള്ളൊരു ട്രേഡിംഗ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു കൂടുതൽ അപ്ഡേറ്റ്സുകൾ? വിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവെ ഒരു പോസിറ്റിവിറ്റി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി 50 നോക്കുകയാണെങ്കിൽ ഏകദേശം 1.5% ഉള്ളൊരു നേട്ടത്തിലേക്ക് നിഫ്റ്റി 50 സൂചിക എത്തുന്നു. 25,170 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലറേഷൻ നിലവിൽ പരിശോധിക്കുമ്പോൾ 35 കമ്പനികൾക്ക് നിലവിൽ നിഫ്റ്റി 50യിൽ നിന്ന് നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. 15 കമ്പനികൾ മാത്രമാണ് ഇടിവിൽ നിൽക്കുന്നത്. നിഫ്റ്റി ബാങ്ക് നോക്കുകയാണെങ്കിലും 0.5% മുകളിൽ ഏകദേശം 0.5%-ഓളമുള്ളൊരു നേട്ടം നിഫ്റ്റി ബാങ്ക് സൂചികയും രേഖപ്പെടുത്തുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ 6 ബാങ്കിങ് ഓഹരികൾ ഇടിവും 6 ബാങ്കിങ് ഓഹരികൾ നേട്ടവും രേഖപ്പെടുത്തുന്നുണ്ട്. നിഫ്റ്റി 500ലേക്ക് വരികയാണെങ്കിലും ഏകദേശം ഒരു 0.5%-ഓളമുള്ളൊരു നേട്ടം ഒരു ബ്രോഡർ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി 500 നൽകുന്നു. നിലവിൽ 23,312 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 500നെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ശ്രദ്ധേയമായി നിൽക്കുന്നത് നിലവിലെ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ ആണ്. നിലവിൽ 379 കമ്പനികൾ നിലവിൽ നിഫ്റ്റി 500 സൂചികയിൽ നിന്നും ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. അതായത് ഇന്നിപ്പോൾ ഇന്ത്യ US ട്രേഡ് ഡീലും ട്രേഡ് ടോക്കും മറ്റുമൊക്കെ നടത്തുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു മികച്ച ഒരു പരിസമാപ്തി അതിനുണ്ടാവുകയാണെങ്കിൽ വലിയ ഒരു തലവേദന തന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുപോകും. ഇതിൻ്റെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ് ഇന്നത്തെ ഒരു വിപണിയിൽ കൃത്യമായിട്ടും വിസിബിളായിട്ട് തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുമ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ ഓഹരിക്ക് ഒരു മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കുന്നു. ഏകദേശം 1.5% നേട്ടം ആക്സിസ് ബാങ്ക് രേഖപ്പെടുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്ക് നോക്കുകയാണെങ്കിൽ 1.25% മുകളിലുള്ളൊരു നേട്ടം. മഹീന്ദ്ര ഓഹരികൾ 1.25%-ഓളം ഏകദേശം NTPC ഓഹരികളും ഇതേ തോതിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ലാസൻ ആൻഡ് ടൂബ്രോയെ സംബന്ധിച്ചിടത്തോളം 1%-ഓളമുള്ളൊരു നേട്ടത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇടിവിലുള്ള ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ FMCG കമ്പനിയായിട്ടുള്ള നെസ്ലെ ഇന്ത്യയുടെ ഓഹരികൾ ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്നുണ്ട്. കൂടാതെ ഏഷ്യൻ പെയിൻറ്റ്സ് ടൈറ്റൻ ഓഹരികൾക്കും ഏകദേശം 0.5%-ഓളമുള്ളൊരു ഇടിവാണ് ഇന്നിപ്പോൾ വിപണിയിൽ ശ്രദ്ധേയമായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 200 പോയിന്റുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 55,081 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. നിഫ്റ്റി ബാങ്കിങ് ഓഹരികളുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആക്സിസ് ബാങ്ക് ഒരു മികച്ച നേട്ടം രേഖപ്പെടുത്തുന്നു. കോട്ടക് മഹീന്ദ്ര ബാങ്കിൻ്റെ ഓഹരിയും ഏകദേശം 1.25% മുകളിലേക്കുള്ള ഒരു നേട്ടത്തിലേക്ക് പോകുന്നു. കാനറ ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ 0.5% മുകളിലുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ICICI ബാങ്ക് 0.5% മുകളിലും HDFC ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് ഒരു നിരക്കിൽ നിൽക്കുന്നു. ഇൻഡസിൻ ബാങ്ക് ഏകദേശം 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തുമ്പോൾ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഓഹരിക്ക് നിലവിൽ ഏകദേശം ഒരു 0.5%-ഓളമുള്ളൊരു ഇടിവുണ്ടാകുന്നു. ഇവയാണ് ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ കാണാൻ കഴിയുന്നത്. സെക്ടേഴ്സിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ പ്രധാനപ്പെട്ട സെക്ടറുകളിലൊക്കെ തന്നെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കുന്നതായി തന്നെയാണ് കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. സെക്ടർ വൈസ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിലൊരു ഔട്ട് പെർഫോമൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റി ഓട്ടോയുടെ ഭാഗത്ത് നിന്നാണ്. നിഫ്റ്റി ഓട്ടോ 1% മുകളിലുള്ള ഒരു നേട്ടം നിലനിർത്തുന്നു. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോയിൽ ഈ ഒരു നിമിഷം 15 നിഫ്റ്റി ഓട്ടോ കമ്പനികൾക്കും നേട്ടത്തിലെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 27,047 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഓട്ടോയിൽ ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ കമ്പനി വൈസ് പരിശോധിക്കുകയാണെങ്കിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ ഏകദേശം 2.5% നേട്ടം രേഖപ്പെടുന്നു. MRF പരിശോധിക്കുകയാണെങ്കിൽ 2.25% ഒരു നേട്ടം രേഖപ്പെടുന്നുണ്ട്. സംബോധന മദേഴ്സ് ആൻഡ് ഇന്റർനാഷണൽ ഓഹരികൾ 2.5% മുകളിലും അപ്പോളോ ടയേഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ 1.25% മുകളിലുമുള്ളൊരു നേട്ടം. ബോഷിലേക്ക് കടക്കുകയാണെങ്കിലും 1% ഒരു നേട്ടം. അങ്ങനെ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിലവിലിപ്പോൾ നിഫ്റ്റി ഓട്ടോയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു. നിലവിലൊരു ബ്രോക്കറേജ് റിപ്പോർട്ട് ഇപ്പോൾ കൂടി കടക്കുകയാണെങ്കിൽ നിലവിൽ ആൻറ്റിക് ഒബ്രോയ് റിയൽറ്റിക്ക് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് നമുക്ക് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഒരു ബൈ റേറ്റിംഗ് ആണ് നിലവിലിപ്പോൾ ആൻറ്റിക് ഒബ്രോയ് റിയൽറ്റിക്ക് നൽകിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 2,269 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 1,637 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ഒബ്രോയ് റിയൽറ്റിയിൽ ട്രേഡിംഗ് നടക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ഹാഫിൽ കമ്പനി നടത്താൻ പോകുന്ന പ്രധാനപ്പെട്ടിട്ടുള്ള ലോഞ്ചസുകൾ ഇപ്പോൾ എല്ലാ ശ്രദ്ധയും ആകർഷിക്കുന്നു എന്ന് ആൻറ്റിക്ക് പറയുന്നു. ഒരു പ്രീസെയിൽസ് ഇനത്തിൽ കമ്പനിക്ക് 5,500 കോടി രൂപ മുതൽ 6,000 കോടി രൂപ വരെ 2026 സാമ്പത്തിക വർഷത്തിൽ കരസ്ഥമാക്കാൻ സാധിക്കും എന്നും അവരിപ്പോൾ പറയുന്നുണ്ട്. കൂടാതെ
ഒബ്രോയ് റിയൽറ്റിയെ സംബന്ധിച്ചിടത്തോളം പല വലിയ രീതിയിലുള്ള പദ്ധതികൾ ഗുരുഗ്രാമിൽ വരാൻ പോകുന്നു. കൂടാതെ ബോറിവാലി എന്ന് പറയുന്ന സ്ഥലത്തും പെഡാർ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ വലിയ രീതിയിലുള്ള പ്രോജക്റ്റ് ലോഞ്ചുകൾ കമ്പനിക്ക് വരാൻ വേണ്ടിയിട്ട് പോകുന്നതും കമ്പനിക്ക് വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായി തീരുമെന്നാണ് ഇപ്പോൾ ആൻഡിക്ക് വിലയിരുത്തിയിരിക്കുന്നത്. മറ്റ് പിയേഴ്സുമായിട്ടുള്ള ഒരു കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ DLFനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രീ സെയിൽസ് ഫ്ലാറ്റായിട്ട് നിൽക്കും എന്നാണ് ആൻഡിക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ലോധ ഡെവലപ്പേഴ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ ഏകദേശം ഒരു 20% വളർച്ച പ്രീ സെയിൽസിൽ ഉണ്ടാകും. ഗോദ്രേജ് പ്രോപ്പർട്ടീസിന് 10% ഒരു വളർച്ച കാഴ്ചവെക്കാൻ സാധിക്കുമ്പോൾ പ്രസ്റ്റീജ് എസ്റ്റേറ്റിനും ഒരു മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഏകദേശം ഒരു 47% ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രസ്റ്റീജിനും സാധിക്കും എന്നുള്ളൊരു പോസിറ്റീവായിട്ടുള്ള ഒരു വ്യൂ ആണ് നിലവിൽ ഇപ്പോൾ ആൻഡിക്ക് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. വിഷ്ണു, അവസാനമായിട്ട് മാർക്കറ്റിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യിൽ 0.5% ഉള്ളൊരു നേട്ടമുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 0.5% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നു. ഇവയൊക്കെയാണ് വിഷ്ണു ഈ മണിക്കൂറിൽ ഇപ്പോൾ പങ്കുവയ്ക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട മാർക്കറ്റ് അപ്ഡേറ്റുകൾ.